ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് RTD അഥവാ റെസിസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ, അതുപോലെ എന്താണ് തെർമോകപ്പിൾ. ഈ രണ്ട് ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട RTDയെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് RTD? റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. അപ്പോൾ RTD എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ മെഷറിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ലോ ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസസ് ആണ്. ഫോർ എക്സാമ്പിൾ -200 ടു അറൗണ്ട് ഒരു 650 ആണ് റേഞ്ച് എങ്കിൽ നമുക്ക് RTD ചൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് RTDയുടെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് RTDൻ്റെ വർക്കിംഗ് എന്താണ്, അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. RTDൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ അതിനകത്തൊരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. ആ മെറ്റീരിയലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടിയാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവും എന്നുള്ളതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. അതുകൊണ്ടാണ് അതിന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് തന്നെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്ന തരം മെറ്റീരിയൽസ് ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് NTC മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ RTDക്കകത്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ റെസിസ്റ്റൻസിന് അനുസരിച്ച് അതിൻ്റെ മാറ്റം വരുന്നത്. ഇനി ഇത് ഏതാണ് മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിക്കലുണ്ട്, പിന്നെ പ്ലാറ്റിനം ഉണ്ട്, അങ്ങനെ പലതരം മെറ്റീരിയൽസ് ഉണ്ട്. ഓരോ മെറ്റീരിയൽസിനും ഓരോ തരം റേഞ്ചാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്ലാറ്റിനം എടുക്കുകയാണെങ്കിൽ അതിന് അറൗണ്ട് -200 ടു ഒരു 500 ആണെങ്കിൽ അതർ മെറ്റീരിയൽസിന് ചിലപ്പോൾ 450 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്. ഓരോ മെറ്റീരിയലിനും എത്രയാണ് അതിൻ്റെ ടെമ്പറേച്ചർ, മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ എന്നുള്ളത് മെൻഷൻ ചെയ്യുന്ന ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അതായത് പല രീതിയിൽ നമുക്ക് പ്രോസസ് പ്ലാന്റിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഇതിനകത്ത് ടെമ്പറേച്ചർ റേഞ്ച് മാക്സിമം 650 ആണ്. അപ്പോൾ ആ റേഞ്ചിലുള്ളത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന RTD എന്ന് വെച്ച് കഴിഞ്ഞാൽ PT100 അതുപോലെ PT1000 ആണ്. പ്ലാറ്റിനം 100 പ്ലാറ്റിനം 1000 എന്ന് പറയുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാറ്റിനം 100 മീൻസ് 0 അത് 100 ഓം കാണിക്കും. അതേപോലെ PT1000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 അത് 1000 ഓംസ് കാണിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ RTD തന്നെ നമുക്ക് 3 രീതിയിൽ അവൈലബിൾ ആണ്. അതായത് 2 വയർ RTD, അതുപോലെ 3 വയർ ആൻഡ് 4 വയർ, ഇങ്ങനെ 3 രീതിയിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് എന്ത് ബേസിലാണെന്ന് വെച്ചാൽ ആക്യുറേസിൻ്റെ ബേസിലാണ്. ഫോർ എക്സാമ്പിൾ 2 വയറിന് ആക്യുറേസി ഏറ്റവും കുറവാണ്, 3 വയറിന് കുറച്ച് കൂടുതലാണ്, അതുപോലെ 4 വയർ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ ആക്യുറേസി കൂടുതലാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ റെസിസ്റ്റൻസ്, ഞാൻ പറഞ്ഞു ഇതൊരു ട്രാൻസ്ഡ്യൂസറാണ്. ബേസിക്കലി ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ. എന്താ ട്രാൻസ്ഡ്യൂസർ? Transducer means it's a one form of energy which convert into another form of energy. അതാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എന്താ? ടെമ്പറേച്ചർ, മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ആക്ച്വലി ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ആ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് ചേഞ്ച്, ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിൽ കൺവേർട്ട് ഓർ മെഷർ ഇൻ ടേംസ് ഓഫ് ദ ടെമ്പറേച്ചർ. നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുകയും ആ റെസിസ്റ്റൻസിനെ നമ്മൾ ടെമ്പറേച്ചറിലേക്ക് കാലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്കതൊരു മെഷറബിൾ ഫോർമാറ്റിലേക്ക് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം പലതരത്തിലുള്ള വീസ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ നമുക്കറിയാം അതിൻ്റെ പ്രവർത്തനമല്ല, നമ്മൾ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. അതിൽ 4 ലെഗ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ലെഗാണ് ആക്ച്വലി ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വരുന്ന ചേഞ്ചസ് ആണ് വീസ്റ്റൺ ബ്രിഡ്ജിൽ നമുക്ക് വോൾട്ടേജോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ കണ്ടീഷനിങ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, സിഗ്നൽ കണ്ടീഷനിങ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മളിപ്പോൾ RTD നമുക്കറിയാം അതൊരു ഡിവൈസാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിസിക്കൽ ഡയമെൻഷൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എപ്പോഴും നമുക്കതിനകത്ത് ത്രെഡ് പ്രൊവൈഡ് ചെയ്യും. ത്രെഡ് മീൻസ് ഇത് എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത്, മെയിൽ ഫീമെയിൽ ത്രെഡ്. അപ്പോൾ ഫീമെയിൽ ത്രെഡ് ഓൾറെഡി പ്ലാന്റിനകത്ത് എവിടെയാണോ മെഷർ ചെയ്യേണ്ടത് ആ പോർഷനകത്ത് ഫീമെയിൽ ഞെട്ട് നമ്മളവിടെ വെൽഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് അതായത് RTDനകത്ത് മെയിൽ ത്രെഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് കപ്പിൾ ചെയ്യും. അപ്പോൾ 1/2 ഇഞ്ച് NPT, 1 ഇഞ്ച്, അങ്ങനെ ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അത് മാനുഫാക്ചർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഏത് സൈസാണ് അതിൻ്റെ സൈസ് മീൻസ് അതിൻ്റെ ഡയമീറ്റർ ആൻഡ് ലെങ്ത്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി നമുക്ക് RTDയിൽ ഇൻ്റർഫേസിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇൻ്റർഫേസിങ് മീൻസ് നമുക്കറിയാം ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു മെഷറിങ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് RTD നമുക്ക് പ്ലാന്റിനകത്ത് ഫീൽഡിനകത്ത് ഫിക്സ് ചെയ്യാം. RTDയുടെ ആ 3 വയറോ അല്ലെങ്കിൽ 4 വയറോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ ഒരു ടെമ്പറേച്ചർ കൺട്രോളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ടെമ്പറേച്ചർ കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അനദർ ഒരു ഇൻ്റർഫേസിങ് മെത്തേഡാണ് നമുക്ക് അവിടെ ഈ RTDയിൽ തന്നെ ബൾക്ക് ഹെഡ് ആണെങ്കിൽ അതിൻ്റെ ടോപ്പിൽ നമുക്ക് ട്രാൻസ്മിറ്റർ ഫിക്സ് ചെയ്യാൻ പറ്റും, ഇൻബിൽറ്റ് ട്രാൻസ്മിറ്റർ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ഡിസ്റ്റൻസിൽ വേണമെങ്കിലും നമുക്കിപ്പോൾ കൺട്രോൾ റൂം അറൗണ്ട് ഒരു 50 മീറ്ററോ അല്ലെങ്കിൽ 100 മീറ്ററോ എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും നമുക്ക് ആ സിഗ്നലിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദിസ് ട്രാൻസ്മിറ്റർ. എയ്തർ വി ക്യാൻ കൺവേർട്ട് ഇൻ ടു 4 to 20 മില്ലി ആംസ് ഓർ 0 to 20 മില്ലി ആംസ് നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ പറയുന്ന ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ടെമ്പറേച്ചർ സെൻസർ ആയാലും ലെവലായാലും വാട്ടെവർ എന്ത് തരം ട്രാൻസ്മിറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സിനെ നമ്മൾ കൺട്രോൾ റൂമിലേക്ക് എത്തിക്കണമെങ്കിൽ ത്രൂ വയേഴ്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലേ? വയർ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം, പ്രത്യേകിച്ച് ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസസിന് വരുന്ന ഒരു പ്രോബ്ലം, RTD ആണെന്ന് നമ്മൾ പറഞ്ഞു. RTDക്കകത്ത് ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ ഉണ്ട്. അത് either പ്ലാറ്റിനം അല്ലെങ്കിൽ അയൺ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നത്. ഇപ്പോൾ സ്പെസിഫിക്കലി അതിനകത്തൊരു റേഷ്യോയിലാണ് ഇത് കൂടുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക, ഫീൽഡിനകത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ RTD ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് 100 മീറ്റർ ഡിസ്റ്റൻസിൽ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ പാനലിൽ PLCയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രോളറിലേക്കോ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും തന്നെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ റെസിസ്റ്റൻസ് ഒരു പാരാമീറ്റർ ഇതിനകത്ത് അഫക്റ്റ് ചെയ്യും. നോർമലി നമുക്കറിയാം ഒരു PT100 0 ഡിഗ്രിയിൽ 100 ഓം കാണിക്കണം, അല്ലേ? പക്ഷേ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് ആ ഡിസ്റ്റൻസ്, ആ കേബിളിൻ്റെ ഡിസ്റ്റൻസും കൂടെ ഇതിനകത്ത് ഒരു ഫാക്ടറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കേബിൾ ട്രാവൽ ചെയ്യുന്ന ഏരിയ അത് ചിലപ്പോൾ ഒരു ചിമ്മിണിയുള്ള ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓവൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സിമെൻറ്റ് പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റേ ഫർണസ് ആണെങ്കിൽ അങ്ങനെ ഈ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലേസസ് കൂടെയാണ് ഈ വയർ പോകുന്നതെങ്കിൽ അവിടുത്തെ ആ ടെമ്പറേച്ചറും കൂടെ ഇതിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വയറാണ് PTFC ഇൻസുലേറ്റഡ് കേബിൾ എന്ന് പറയുന്നത്. ആ കേബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള ആംബിയൻ ടെമ്പറേച്ചർ ഒന്നും അകത്തോട്ട് അലോ ചെയ്യില്ല. അതിനകത്ത് ഒരു പെർട്ടിക്കുലർ ഷീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ടെമ്പറേച്ചറിനെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും, അതായത് ഇൻസുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് ഇതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വയർ PTFC ഇൻസുലേറ്റഡ് വയർ ആയിരിക്കണം RTD അല്ലെങ്കിൽ തെർമോകപ്പിൾ എല്ലാം കണക്ട് ചെയ്യുന്ന സമയത്ത്. അടുത്ത ഒരു ഡിവൈസാണ് നമ്മളെ തെർമോകപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതും ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസാണ്. ഇതൊരു ട്രാൻസ്ഡ്യൂസറാണ്. ബിക്കോസ് ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് വൺ ഫോം ഓഫ് എനർജി ടു അനദർ ഫോം. ഹിയർ വാട്ട് ഈസ് കൺവേർട്ടിംഗ്, ടെമ്പറേച്ചർ ആണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൺവേർട്ടിംഗ് ഇൻ ടു മില്ലി വോൾട്ട്, ഒരു മില്ലി വോൾട്ടേജ് ആയിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? നമുക്കിതിനകത്ത് 3 തരത്തിലാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഒന്ന് സീബെക്ക് എഫക്റ്റ്, പെൽറ്റിയർ എഫക്റ്റ് ആൻഡ് തോംസൺ എഫക്റ്റ്. ഈ 3 തിയറി വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് കോമൺ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പ്രിൻസിപ്പിളായിട്ട് നമുക്ക് സീബെക്ക് എഫക്റ്റ് പറയാം. ആക്ച്വലി അത് തന്നെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമ്മൾ കൂടുതൽ ഡെപ്തിലോട്ട് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ സീബെക്ക് എഫക്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ 2 തരം 2 ഡിസിമിലർ മെറ്റൽസ് നമ്മൾ എടുത്തിട്ട് അതിനെ ഒരു സൈഡിൽ ജോയിൻ ചെയ്യുക. വൺ എൻഡ് വി ഹാവ് ജോയിൻ ടുഗെദർ. അപ്പോൾ ഒരു സൈഡിൽ ഹോട്ട് ജംഗ്ഷൻ ആയിട്ടും മറ്റേ എൻഡ് വന്നിട്ട് കോൾഡ് ജംഗ്ഷൻ ആയിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, കോൾഡ് ജംഗ്ഷനിൽ വരുന്ന 2 എൻഡാണ് നമ്മൾ ആക്ച്വലി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെയാണ് മില്ലി വോൾട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോട്ട് ജംഗ്ഷന്, അതായത് 2 വയർ എടുക്കുന്നു, ആ വയറിൻ്റെ ഒരറ്റം നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇത് ഹോട്ട് ജംഗ്ഷൻ, മറ്റേത് കോൾഡ് ജംഗ്ഷൻ. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ മില്ലി വോൾട്ട് ജനറേറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി നമ്മൾ ഈ പറയുന്ന മെറ്റൽസ് പറഞ്ഞല്ലോ, 2 ഡിസിമിലർ മെറ്റൽസ്. ഈ ഡിസിമിലർ മെറ്റൽസ് ഏതൊക്കെയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെ വരുന്നത്. ഫോർ എക്സാമ്പിൾ J ടൈപ്പ്, K ടൈപ്പ്, R ടൈപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ J ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, കോപ്പറും കോൺസ്റ്റൻറ്റിനും. അതുപോലെ K ടൈപ്പ് എന്ന് പറഞ്ഞാൽ അയൺ കോൺസ്റ്റൻറ്റ്, അതുപോലെ പ്ലാറ്റിനം, റോഡിയം, അങ്ങനെ പലതരം മെറ്റീരിയൽസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ, അതായത് ഡിഫറെൻറ്റ് റേഞ്ച് മാറും. ഫോർ എക്സാമ്പിൾ കോപ്പർ കോൺസ്റ്റൻറ്റിലാണെങ്കിൽ
-200 ഡിഗ്രി ടു 850 ഡിഗ്രിയാണ് ഇതിൻ്റെ റേഞ്ച്. അതേസമയം അയൺ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് -200 ടു അറൗണ്ട് ഒരു 1100 ഡിഗ്രി വരയ്ക്ക് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇനി പ്ലാറ്റിനം റോഡിയം അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1500 ഡിഗ്രി വരയ്ക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ റേഞ്ച് മാറുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കോസ്റ്റും മാറും, അതിൻ്റെ മെറ്റീരിയലും അതേപോലെ തന്നെ മാറും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള RTD ആണെങ്കിലും തെർമോകപ്പിൾ ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ഒന്നുകിൽ കൺട്രോളറിലേക്കോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ട്രാൻസ്മിറ്ററിലേക്കോ എത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾ പാനലിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ വയേഴ്സ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വയറാണ് PTFE ഇൻസുലേറ്റഡ് വയർ എന്ന് പറയുന്നത്. പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ എന്ന് പറയുന്ന ടെഫ്ലോൺ കേബിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു വിഷയം, ഇതെല്ലാം ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ മില്ലി വോൾട്ടേജോ മാറ്റം വരുന്ന ഒരുതരം ഡിവൈസസ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻസറിൻ്റെയും അതുപോലെ ട്രാൻസ്മിറ്ററിൻ്റെയും ഇടയിലുള്ള ആ കേബിൾ ഡിസ്റ്റൻസ് കാരണം നമുക്കൊരു എറർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റോങ് റീഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കേബിൾസ് ഉപയോഗിക്കുന്നത്. ആ കേബിൾസ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ കേബിൾ പോകുന്ന ചുറ്റുപാടുള്ള ആംബിയൻ ടെമ്പറേച്ചർ ഒന്നും ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. ഇതിനകത്തൊരു കോട്ടിംഗ് ഉണ്ട്, ഇതിനകത്തൊരു ഇൻസുലേറ്റഡ് ആയിട്ട് ഒരു വയർ, ഒരു ചേംബർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിരിക്കുന്ന, ഇപ്പം നമ്മൾ ഈ വയർ കടന്നു പോകുന്നത് ഏതെങ്കിലും ഒരു ഫർണസിലൂടെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ടെമ്പറേച്ചർ പ്രോസസ്സ് നടക്കുന്ന ഏരിയയിൽ കൂടെ ആണെങ്കിലും അതൊന്നും ഇതിനെ ബാധിക്കാതെ തന്നെ പ്രോപ്പർ ഡാറ്റ അല്ലെങ്കിൽ പ്രോപ്പർ സിഗ്നൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കഴിയും. നമുക്കിതൊന്ന് കൺക്ലൂഷൻ ചെയ്യാം. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, RTD തെർമോകപ്പിൾ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എങ്ങനെ തിരിച്ചറിയും, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. RTDക്കകത്ത് എപ്പോഴും മിനിമം ഒരു 3 വയർ ഉണ്ടാവും, അല്ലെങ്കിൽ 4 വയർ ഉണ്ടാവും. അല്ലെങ്കിൽ തെർമോകപ്പിളിനകത്താണെങ്കിൽ 2 വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രേസ് ചെയ്യാവുന്നതാണ്. പിന്നെ RTD ഉപയോഗിക്കുന്നത് അപ് ടു ഒരു 600-650 ഡിഗ്രി വരെയൊക്കെയാണ് നമുക്ക് RTD ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്ക് കൂടുതൽ സെൻസിറ്റിവിറ്റി, അതായത് വളരെ ആക്യുറസി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് RTD ഉപയോഗിക്കാവുന്നതാണ്. തെർമോകപ്പിൾ എന്ന് പറയുമ്പോൾ എറൗണ്ട് നമുക്കൊരു -200 ഡിഗ്രി തൊട്ട് എറൗണ്ട് 1500 ഡിഗ്രി വരയ്ക്ക് നമുക്ക് തെർമോകപ്പിൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിൽ കൂടുതൽ ടെമ്പറേച്ചർ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പൈറോമീറ്റേഴ്സ് ആണ്. അതായത് പൈറോമീറ്റേഴ്സ്, നോൺ കോൺടാക്ട് ടൈപ്പ് അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചെല്ലാം പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്ന. ഏത് ഡിസ്റ്റൻസിനനുസരിച്ച് വേണം നമ്മൾ അടുത്തത് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും പുതിയ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.